ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഇന്നത്തെ വീഡിയോ ഈദ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഫിഷ് ബിരിയാണി. ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മീൻ മസാല തയ്യാറാക്കാൻ ഒരു പ്ലേറ്റിലേക്ക് 2 സ്പൂൺ മുളക് പൊടി എടുക്കുക, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ഇത്രയും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നാരങ്ങ നീര് തന്നെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുത്ത അരപ്പിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരപ്പെല്ലാം പിടിച്ചതിന് ശേഷം ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു വശം ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിടണം. 2 വശവും നല്ലവണ്ണം ഫ്രൈ ആയതിനു ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് സവാള വഴറ്റിയെടുക്കാം. ഇനി മീൻ കറി വെക്കുന്നതിന് വേണ്ടുന്നുള്ള സവാള വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്, ഇതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. വഴറ്റിയത് ഒരു വശത്തേക്ക് മാറ്റിയതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാല എണ്ണയ്ക്കകത്തൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട്. തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല മീനിനകത്തൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം മീൻ വേവുന്നതിന് ആവശ്യമായിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കുക. മല്ലിയില ചേർക്കുന്നത് ബിരിയാണിക്ക് നല്ല ഫ്ലേവറും മണവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് എല്ലായിടും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണത്തിലും ചാറിലും എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് സിമ്മോഡിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേറൊരു പാനിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. നെയ്ക്കകത്ത് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് കാഷ്യൂ നട്ട്സ് കുറച്ച് വഴറ്റിയെടുക്കുക. അതും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. മുന്തിരിങ്ങ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതും ബ്രൗൺ കളർ ആവുന്നിടം വരെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ക്യാരറ്റ് അതേപോലെ ചെറിയൊരു ബ്രൗൺ ആവുന്നിടം വരെ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. മീൻകറിയുടെ വെള്ളമെല്ലാം പറ്റി കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തിലും വരത്തക്ക രീതിയിൽ മീൻ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. റൈസിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കുറേശ്ശെയായിട്ട് മുകളിലിട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട്സാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ബിരിയാണിക്ക് മല്ലിയില ചേർക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫ്ലേവർ കിട്ടുന്നത്. അതുകൊണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കുറേശ്ശെയായിട്ട് നല്ലോണം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക.
ഇനി 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. മീൻ കറിയും റൈസും എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് ആദ്യം പ്ലേറ്റിലേക്ക് എടുക്കുക, പിന്നെ മീൻ കഷ്ണം പൊടിയാതെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുക. അങ്ങനെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.